സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നിരവധി തവണ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഈ ക്ഷേമ പെൻഷനുകൾ. ഓണത്തിന് ചിലർക്ക് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല. എന്തായാലും ക്ഷേമ പെൻഷൻ ഒരു വലിയ വിഷയമാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ സമഗ്രമായി ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ക്ഷേമനിധി ബോർഡുകളാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ ലക്ഷദ്വീപിലില്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാക്കും നമ്മൾ. അത് മാൻഡേറ്ററി അല്ല, എന്നാലും കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കും. തയ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണത്തിൽ ബാർബർ തൊഴിലാളികളുടെ, അതുപോലെ തന്നെ അങ്കണവാടി ക്ഷേമനിധി ബോർഡ്, ആശാവർക്കേഴ്സിന് ക്ഷേമനിധി ബോർഡ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം അതൊരു ഇതല്ലല്ലോ, സ്കീം പോലെ നിൽക്കുന്നുണ്ട്, അവർക്കില്ല. അതേസമയം ഒരുപാട് ക്ഷേമനിധി ബോർഡുകൾ, കള്ള് ജപ്തി തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ ക്ഷേമനിധി ബോർഡ് ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. അതിൽ ചിലതിനൊക്കെ സർക്കാരിൻ്റെ ചെറിയ ഗ്രാൻറ്റ് കിട്ടും, ചിലതൊക്കെ സ്വയം പണം ഉണ്ടാക്കുകയും വേണം. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ സെസ്സിൽ നിന്നാണ് അവർക്ക് ക്ഷേമനിധി ബോർഡിനുള്ള പൈസ കിട്ടുന്നത്. അങ്ങനെ പലരെയും പല രൂപത്തിൽ, ഇപ്പോൾ ശിശുക്ഷേമ വകുപ്പിലുള്ള നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക, ശിശുക്ഷേമ സമിതിയുണ്ട്, അതിൽ സ്റ്റാമ്പ് വിറ്റാണ് അവർ കാശുണ്ടാക്കേണ്ടത്. അപ്പോൾ പല രൂപത്തിലാണ് ക്ഷേമനിധിയിൽ കാശുണ്ടാക്കേണ്ടത്. പക്ഷേ എന്തായാലും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് കൃത്യമായ, ഒരാൾ വിരമിച്ചാൽ 2 മാസം 3 മാസത്തിനകത്ത് അവർക്ക് പണം കൊടുക്കണം. ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അംഗനവാടിയിൽ നിന്ന് ഒരു വർക്കറോ ഹെൽപ്പറോ 10, 30, 40 വർഷം ജോലി ചെയ്ത് വിരമിച്ചാൽ 2 വർഷം 3 വർഷമായി അവർക്ക് കൊടുക്കാതിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ 2025 23 വരെയുള്ളത് പാസ്സായി, 1 വർഷത്തെ പാസ്സായെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 വർഷത്തെ പാസ്സായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ കൊടുക്കുമായിരിക്കും. പക്ഷേ എന്തായാലും അതൊരു വലിയ വിഷയമാണ്. 3 വർഷമായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അംഗനവാടി ക്ഷേമനിധിക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർ സർക്കാരിനെ സേവിച്ചിരുന്നവരല്ലേ, 10-30 വർഷം സർക്കാരിനെ സേവിച്ചില്ലേ എന്നൊരു ചോദ്യം അവരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ തമാശകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്ഷേമ പെൻഷനുകൾ വലിയൊരു പ്രതിസന്ധി തന്നെ നേരിടുക. സർക്കാരിന് കൊടുക്കാൻ പണമില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ കൊടുക്കും, എങ്ങനെ പണം കണ്ടെത്തുമെന്നുള്ളതിൻ്റെ ഒരു സമഗ്രമായ ഒരു കമ്മീഷൻ വെച്ച് ഈ 31 ക്ഷേമ പെൻഷനുകളിൽ 15 എണ്ണവും 16 എണ്ണവും നഷ്ടത്തിലാണ് ഓടുന്നത്. 15 എണ്ണം മാത്രമേ എന്തെങ്കിലും ലാഭത്തിലേക്ക് ഓടുന്നുള്ളൂ. അതിപ്പോൾ കള്ളുചെത്ത് ക്ഷേമനിധി ബോർഡും കെട്ടിട നിർമ്മാണം നഷ്ടത്തിലാണ് ഓടുന്നത്. കാരണം 15 മാസമായി പൈസ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള അതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ക്ഷേമനിധി ബോർഡുകളെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാൻ, ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവണം. ആ റീവിസിറ്റിലൂടെ ഒരു നല്ല കമ്മിറ്റി വെച്ചുകൊണ്ട് ഇതെല്ലാം ഒന്ന് പുനഃസൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ഒരു മനോഹരമായ ഒരു ക്ഷേമ പെൻഷൻ സംവിധാനം കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. അതൊരൊറ്റ സിംഗിൾ വിൻഡോ പരിപാടി പറ്റുമോ എന്നുള്ളത് ഗൗരവമായി ആലോചിക്കുക. അതിലൂടെ പാവപ്പെട്ട ആളുകൾക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്ക്, സീനിയർ സിറ്റിസന്മാർക്ക് ആവശ്യമായ തുക കിട്ടട്ടെ. ഈ ഓണത്തിന്, ഇപ്പോൾ ഓണം കഴിഞ്ഞു പോയി, ഓണത്തിന് വലിയ തോതിലാണ് പരാതികൾ വന്നത്. ഒരുപാട് ആളുകൾക്ക് പെൻഷൻ കിട്ടിയില്ല, പെൻഷൻ ആനുകൂല്യങ്ങൾ, അംശാദായം ഒന്നും കിട്ടിയിട്ടില്ല. അത് വളരെ ഒരു പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും സർക്കാർ ഇത് ഗൗരവമായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. ശിവൻകുട്ടിയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. അതുപോലെ ക്ഷേമനിധി എന്ന് പറയുന്ന വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടുത്തുന്ന ക്ഷേമം, ഇപ്പോൾ സ്ത്രീകളുടെ ഒരു വകുപ്പിൽ, അങ്ങനെ ഓരോ വകുപ്പിലാണ്. എന്തായാലും അതെല്ലാം കൈകാര്യം ചെയ്യുന്ന പുതിയ രീതി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്ഷേമ പെൻഷനുകൾ സമയത്ത് കൊടുക്കുക, അംശാദായം സമയത്ത് കൊടുക്കുക, പെൻഷൻ പറ്റിയാൽ അവരെയും സേവനം എങ്ങനെ സർക്കാർ പ്രയോജനപ്പെടുത്താമെന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതാണ്.